നീ എന്ത് പണിയായി കാണിക്കുന്നത്? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ ഈ പരിസരത്ത് ജീവിക്കുന്നത്, വാഴക്കുലകളല്ലല്ലോ ഇങ്ങനെ പുകപ്പിക്കാൻ. പിന്നെ ഞാനിനെന്തു ചെയ്യാനാ? 3 നേരം വാരി വലിച്ചു തിന്നണോ? ഓ, ഞങ്ങളെല്ലാം വേസ്റ്റാണല്ലോ തിന്നണത്. രാവിലെ വേസ്റ്റ് കവറിന്റെ പുട്ടോ ഉപ്പുമാവോ, ഉച്ചക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ ചോറും വള്ളി പൊട്ടിയ ചെരുപ്പ് കൊണ്ടുള്ള നിർത്തി വെച്ചതും. നിങ്ങളൊക്കെ കൂടി ഇവിടെ കത്തിനു വേണ്ടി വന്നതാണോ? എന്റെ പറമ്പിൽ എന്റെ വീട്ടിലെ വേസ്റ്റ് കത്തിക്കുന്നതിന് നിങ്ങൾക്കെന്താ പ്രശ്നം? അല്ലാതെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന പുകയിൽ ഡയോക്സിൻ, കാർബൺ മോണോക്സൈഡ്, ഫ്ലൂറൈഡ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇവ ശ്വസിച്ചാൽ ക്യാൻസർ, ആസ്മ, അലർജി തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ചിലപ്പോൾ മരണത്തിനും. നിങ്ങൾക്ക് ഇതെല്ലാം ഹരിതകർമ്മസേനക്ക് കൊടുത്താൽ പോരെ? ഒന്ന് പോപ്പനേനി, ഇതൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണേ. എന്റെ പോക്കറ്റിൽ കിടക്കണ പൈസ കൊടുക്കണം. പണമുണ്ടാക്കാൻ പഞ്ചായത്തിന്റെ ഓരോ കളികളെ അങ്ങനെ അവർ ഇപ്പൊ കൊണ്ടുപോകേണ്ട. ഓ, ചിന്താശേഷിയില്ലാത്ത പൊട്ടനെ! 2016 കേന്ദ്ര സർക്കാർ പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന നിയമമനുസരിച്ചാണ് ഹരിതകർമ്മസേന യൂസർ ഫീസ് ഈടാക്കുന്നത്. അതിൽ തട്ടിപ്പൊന്നുമില്ല. പറയുന്നത് കേട്ടോന്നും താൻ 1 പവന്റെ സ്വർണത്തിന്റെ കാശാണ് കൊടുക്കുന്നതെന്ന്. എന്തൊരു പൈസയാ വെറുതെ കളയുന്നത്? ഒരു അസുഖം വന്നാൽ ഡോക്ടർക്ക് ഇത്രയും കൊടുത്താൽ മതിയോ? നിന്റെ കടയിലെ വേസ്റ്റ് ചാക്കിൽ കെട്ടി പുഴയിലെറിഞ്ഞതൊക്കെ ഈ നാട്ടിൽ പാട്ട. ഇതൊക്കെ മോശമല്ലേടോ? നാടും വീടും കടലും പുഴയും കയ്പമംഗലം വിജയഭാരതി LP സ്കൂളിലെ കുരുന്നുകൾ 3 പീടിക കേന്ദ്രീകരിച്ച് ഒരു നാടകം അവതരിപ്പിച്ചു. നാടകം അന്യം നിന്ന് പോകുന്നുവെന്ന് പറയുമ്പോൾ ഒരു വിഷയം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടുത്തെ കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ തീർത്തും ചെറുതല്ല. ഒരു വിഷയം അത് മാനവ മനസാക്ഷിയിലേക്ക് എത്തിക്കുന്നതിന് നാടകമാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്നുള്ള രീതിയിൽ കയ്പമംഗലം GLP സ്കൂളിലെ വിദ്യാർത്ഥിനികളും മാതൃഭൂമി സീഡ്സിന്റെ സന്നദ്ധരായ വളണ്ടിയേഴ്സ് കൂടിയായിട്ടുള്ള ഈ കുട്ടികളും അരുത് വലിച്ചെറിയരുതെന്ന പേരിൽ ഒരു നാടകം നമ്മുടെ മനസാക്ഷിയെ സ്പർശിക്കുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. ആ നാടകം കുഞ്ഞുങ്ങൾ വളരെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പടപെടുന്ന സീഡ്സിന്റെ വളണ്ടിയേഴ്സ് അവനവന്റെ മാലിന്യം അന്യന്റെ ബെഞ്ചിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംസ്കാരം അടുത്ത കാലത്തായിട്ട് മലയാളിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. രാവിലെ റോഡിൽ നടക്കാനിറങ്ങുമ്പോൾ വലിയ വലിയ കെട്ടുകൾ ബിരിയാണികളുടെയും കുഴിമന്തിയുടെയും ഭക്ഷണത്തിന്റെയും അവശിഷ്ടങ്ങൾ കാക്കയും തെരുവ് കുട്ടികളും ഒക്കെ കൊത്തിവലിക്കുന്ന ഒരു കാഴ്ച ദിനം പ്രതി നമ്മൾ കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സീഡ്സിന്റെ വളണ്ടിയേഴ്സിനോട്, ഈ നാടക പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ബോധവൽക്കരണം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബോധവൽക്കരണം നിങ്ങൾ ചെയ്യേണ്ടത് അവനവന്റെ മാലിന്യം അന്യന്റെ നെഞ്ചിലേക്ക് വലിച്ചെറിയുന്ന മലയാളിയുടെ മോശപ്പെട്ട സംസ്കാരത്തിനെതിരെ ഒരു നാടകം കൂടി 3 പീടികയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. മാലിന്യത്തിനെതിരെ മലയാള മനോരമയിലും ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു പരസ്യം കൂടി മലയാള മനോരമ ഇപ്പോട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളൊക്കെ ഒരു ട്രാക്കിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന നിലയ്ക്ക് അരുത് വലിച്ചെറിയരുത് എന്നുള്ള നാടകത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളോടൊക്കെ അനുമതിയോടുകൂടി ഈ നാടകം നമ്മുടെ മണപ്പുറത്തിലെ ശിലാകേന്ദ്രമായ
3 പീടികയുടെ മണ്ണിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി സ്നേഹപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നാടക പ്രവർത്തകരെ നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ തെരുവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും.